ജൂലൈ 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ തോമാസ് ലീഗ, വിശുദ്ധ അനാറ്റോലിയൂസ്, വിശുദ്ധ ബിബ്ലിക്, വിശുദ്ധ ബ്ലാദൂസ്, വിശുദ്ധ സില്ലേൻ, വിശുദ്ധ ദാത്തൂസ്. വിശുദ്ധ തോമാസ് ലീഗ 72 ആണ്ടിലാണ് വിശുദ്ധ തോമാസ് ലീഗ ജീവിച്ചിരുന്നത്. ഗലീലയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പസ്തോല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരു ധീരപുരുഷനാണ് തോമസ് അഥവാ ദീദിമൂസ്. സമാന്തര സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ 7-ാം സ്ഥാനത്തോ 8-ാം സ്ഥാനത്തോ സ്ലീഹായുടെ പേരുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ലീഹായെ സംബന്ധിക്കുന്ന 3 സംഗതികൾ വിവരിച്ചിരിക്കുന്നത് കാണാം. ലാസറിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഈശോ ബഥാനിയായിൽ പോയി ലാസറിനെ കാണാമെന്ന് പറഞ്ഞു. അവിടെ ജനങ്ങൾ അങ്ങയെ കല്ലെറിയാൻ തുടങ്ങിയ കാര്യം ഇതര സ്ലീഹന്മാർ അനുസ്മരിച്ചപ്പോൾ തോമാസ് ലീഗ പറഞ്ഞു, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:16. ധീരമായ വാക്കുകൾ മദ്രാസിനടുത്തുള്ള ചിന്നമലയിൽ വെച്ച് നിറവേറി. യേശു തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കാൻ പോകുകയാണെന്നും താൻ പോകുന്ന വഴി സ്ലീഹന്മാർക്ക് അറിയാമെന്നും പറഞ്ഞപ്പോൾ തോമാസ് ലീഗ പ്രസ്താവിച്ചു, കർത്താവെ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയാനാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-6 വാക്യങ്ങൾ. ഈശോ അദ്ദേഹത്തിന് നൽകിയ ഉത്തരം സർവ്വലോകരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലെത്തുന്നുമില്ല. പുനരുത്ഥാനത്തിൽ സംശയിച്ച സ്ലീഹ അവിടുത്തെ കണ്ട ശേഷം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. പന്തക്കുസ്തായ്ക്ക് ശേഷം പാർത്തിയ, മേദിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം 52 നവംബർ 21-ാം തീയതി മുസിരിസ് എന്ന പേരിൽ പ്രശസ്തമായിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്ന് ചേർന്നു. പാലയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നീ 7 സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു. ഈ സ്ഥലങ്ങളിൽ ചരിത്രപ്രധാനമായ ദേവാലയങ്ങളുണ്ട്. യഹൂദർ കുടിയേറിപ്പാർത്തിരുന്ന ഇടങ്ങളിലാണ് ഈ പള്ളികൾ സ്ഥാപിതമായത്. പാലസ്തീനിയയിൽ നിന്ന് വന്നവരോട് യഹൂദർ സിനഗോഗിൽ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്ന പതിവുണ്ടായിരുന്നു. മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്ലീഹ കിഴക്കേ സമുദ്രതീരത്തെത്തി. അവിടെ അദ്ദേഹം നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾ മഹാദേവൻ രാജാവിനും പുരോഹിതന്മാർക്കും ഭൃത്യന്മാർക്കും ശത്രുത ഉളവാക്കി. AD 72 ഇന്നത്തെ ചെന്നൈയിലുള്ള മൈലാപ്പൂരിൽ തോമാസ് ലീഗ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതഭ്രാന്തൻ പുറകിലൂടെ അദ്ദേഹത്തെ കുന്തത്താൽ കുത്തിക്കൊന്നു. അപ്പസ്തോലന്റെ ഭൗതിക ശരീരം ആദ്യം മൈലാപ്പൂരിൽ തന്നെ സംസ്കരിച്ചു. അവിടെ നിന്ന് AD 230 എദേസയിലേക്കും 1258 ഇറ്റലിയിലെ അഡ്രിയാറ്റിക് സമുദ്രതീരത്ത് ഒർത്തോണയിലേക്കും മാറ്റി സ്ഥാപിച്ചു. അപ്പസ്തോലന്റെ ആഗമനത്തിന്റെ 19-ാം ശതാബ്ദി പ്രമാണിച്ച് പോൾ 6-ാമൻ മാർപ്പാപ്പ വിശുദ്ധ തോമസിനെ ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിച്ചു. സംശയാസ്പദമായ ആളുകൾ, അന്ധർ, വാസ്തുശില്പികൾ, നിർമ്മാതാക്കൾ, ആശാരിമാർ, നിർമ്മാണ തൊഴിലാളികൾ, ജ്യാമിതി ശാസ്ത്രജ്ഞർ, കൽപ്പണിക്കാർ, സർവേയർമാർ, ദൈവശാസ്ത്രജ്ഞർ എന്നിവരുടെ എല്ലാം രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ തോമാസ് ലീഗയെ അംഗീകരിച്ചിരിക്കുന്നത്. സെന്റ് തോമസിനെ ഒരു ചുരുൾപിടിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മുറിവുകളിൽ സ്പർശിക്കുന്ന ഒരു ചെറുപ്പക്കാരനായോ ആണ് തിരുസഭയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം. സ്ലീഹായുടെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വാക്കുകൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അധരങ്ങളിലും സദാ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധനായ തോമാസ് ലീഗയെ ലോക സമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.